morals and money ധാർമ്മികതയും പണവും. In this section, ഈ വിഭാഗത്തിൽ, the three main reasons why an organization has to manage health and safety are moral, legal, and financial. In this first section, we look at two of these, the moral and financial reasons. ഒരു സ്ഥാപനം ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യേണ്ടതിന്റെ 3 പ്രധാന കാരണങ്ങൾ ഇവയാണ്: ധാർമ്മികം, നിയമപരം, സാമ്പത്തികം. ഈ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഇതിൽ 2 എണ്ണം പരിശോധിക്കുന്നു: ധാർമ്മികവും സാമ്പത്തികവുമായ കാരണങ്ങൾ. The moral reason relates to the moral duty that one person has to another. Many people are killed, injured or made sick by their work. This harm is morally unacceptable, and society as a whole demands that people be safe while at work. ധാർമ്മിക കാരണം ഒരാൾക്ക് മറ്റൊരാളോടുള്ള ധാർമ്മിക കടമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോലിയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ രോഗികളാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഈ ദോഷം ധാർമ്മികമായി അംഗീകരിക്കാൻ കഴിയില്ല. കൂടാതെ സമൂഹം മുഴുവൻ ആളുകൾ ജോലിസ്ഥലത്ത് സുരക്ഷിതരായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. The financial reason relates to the fact that accidents and ill health cost money. When an accident occurs, there will be direct and indirect costs as a result of that event. Some of these losses can be insured against. Many of them will be uninsured. സാമ്പത്തിക കാരണം അപകടങ്ങളും അനാരോഗ്യവും പണച്ചെലവുണ്ടാക്കുന്നു എന്ന വസ്തുതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ സംഭവത്തിന്റെ ഫലമായി നേരിട്ടുള്ളതും അല്ലാത്തതുമായ ചെലവുകൾ ഉണ്ടാകും. ഈ നഷ്ടങ്ങളിൽ ചിലത് ഇൻഷുർ ചെയ്യാം, പലതിനും ഇൻഷുറൻസ് ഉണ്ടാകില്ല. ഇൻട്രൊഡക്ഷൻ ടു കീ ടേംസ്. പ്രധാന പദങ്ങളുടെ ആമുഖം. The topic of health and safety makes use of key words and phrases. Some important definitions are: ആരോഗ്യവും സുരക്ഷയും എന്ന വിഷയത്തിൽ പ്രധാന വാക്കുകളും ശൈലികളും ഉപയോഗിക്കുന്നു. ചില പ്രധാന നിർവചനങ്ങളിതാ: ഹെൽത്ത് ആരോഗ്യം, the absence of disease or ill health. For example, asbestos creates a health risk, because if you inhale asbestos dust, you may contract lung cancer at some stage later in life, perhaps 20 or 30 years after you inhaled the dust. Health relates not only to physical ill health, but also to psychological ill health. E.g. ലേക്കുള്ള ലിങ്ക്. Exposure to extreme stress can lead to acute mental collapse or a nervous breakdown. രോഗങ്ങളുടെയോ അനാരോഗ്യത്തിന്റെയോ അഭാവം. ഉദാഹരണത്തിന്, ആസ്ബറ്റോസ് ഒരു ആരോഗ്യപരമായ അപകടസാധ്യത സൃഷ്ടിക്കുന്നു. കാരണം നിങ്ങൾ ആസ്ബറ്റോസ് പൊടി ശ്വസിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പിന്നീട് ഒരുപക്ഷേ പൊടി ശ്വസിച്ചതിന് 20 അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് ശേഷം ശ്വാസകോശ അർബുദം വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യം ശാരീരിക അനാരോഗ്യവുമായി മാത്രമല്ല മാനസിക അനാരോഗ്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, അമിതമായ സമ്മർദ്ദത്തിന് വിധേയമാകുന്നത് കടുത്ത മാനസിക തകർച്ചയിലേക്കോ നാഡീപരമായ തകർച്ചയിലേക്കോ നയിച്ചേക്കാം. സേഫ്റ്റി സുരക്ഷ. The absence of risk of serious personal injury. For example, walking under a load suspended from a crane during a lifting operation is not safe, because if the load falls, serious personal injury or death could result. Staying out of the danger area results in safety. ഗുരുതരമായ വ്യക്തിഗത പരിക്കിന്റെ അപകടസാധ്യതയുടെ അഭാവം. ഉദാഹരണത്തിന്, ഒരു ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ സമയത്ത് ഒരു ക്രെയിനിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഭാരത്തിന്റെ അടിയിലൂടെ നടക്കുന്നത് സുരക്ഷിതമല്ല. കാരണം ഭാരം വീണാൽ ഗുരുതരമായ വ്യക്തിഗത പരിക്കോ മരണമോ സംഭവിക്കാം. അപകടകരമായ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നു. വെൽഫെയർ ക്ഷേമം. Access to basic facilities such as toilet facilities, hand wash stations, changing rooms, restrooms, places where food can be prepared and eaten in relatively hygienic conditions, drinking water, and basic first aid provision. കക്കൂസുകൾ, കൈ കഴുകുന്നതിനുള്ള സൗകര്യങ്ങൾ, വസ്ത്രം മാറാനുള്ള മുറികൾ, വിശ്രമമുറികൾ, ഭക്ഷണം തയ്യാറാക്കാനും കഴിക്കാനുമുള്ള താരതമ്യേന ശുചിത്വമുള്ള സ്ഥലങ്ങൾ, കുടിവെള്ളം, പ്രാഥമിക ശുശ്രൂഷാ സൗകര്യങ്ങൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം. The moral reason for managing health and safety. ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള ധാർമ്മിക കാരണം. The following statistics are based on figures published by the International Labour Organization, ILO. You do not need to remember the actual figures. We give them to highlight the scale of the problem. In a typical year worldwide, ഇവിടെ നൽകിയിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO പ്രസിദ്ധീകരിച്ച കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾ യഥാർത്ഥ കണക്കുകൾ ഓർമ്മിക്കേണ്ടതില്ല. പ്രശ്നത്തിന്റെ വ്യാപ്തി എടുത്തുകാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഒരു സാധാരണ വർഷത്തിൽ അറൌണ്ട് 2.9 മില്യൺ വർക്കേഴ്സ് ഡൈ ആസ് എ റിസൾട്ട് ഓഫ് വർക്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഏകദേശം 2.9 ദശലക്ഷം തൊഴിലാളികൾ ജോലി സംബന്ധമായ കാരണങ്ങളാൽ മരിക്കുന്നു. Around 2.6 million work-related deaths are due to work-related diseases, particularly circulatory diseases, malignant neoplasms, cancer, and respiratory diseases. ഏകദേശം 2.6 ദശലക്ഷം ജോലി സംബന്ധമായ മരണങ്ങൾ ജോലി സംബന്ധമായ രോഗങ്ങൾ മൂലമാണ്. പ്രത്യേകിച്ചും രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ, മാരകമായ മുഴകൾ, അർബുദം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ. Accidents at work result in 3,30,000 deaths. ജോലിസ്ഥലത്തെ അപകടങ്ങൾ 3,30,000 മരണങ്ങൾക്ക് കാരണമാകുന്നു.
More than 395 million workers sustain a non-fatal work injury. 395 ദശലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് മാരകമല്ലാത്ത തൊഴിൽപരമായ പരിക്കുകൾ സംഭവിക്കുന്നു. These figures relate to the number of accidents and cases of disease which are reported and recorded globally. Not everything is reported or recorded, however, so the real figures are almost certainly higher. ഈ കണക്കുകൾ ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും രേഖപ്പെടുത്തിയതുമായ അപകടങ്ങളുടെയും രോഗങ്ങളുടെയും എണ്ണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നിരുന്നാലും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അതിനാൽ യഥാർത്ഥ കണക്കുകൾ തീർച്ചയായും ഇതിലും കൂടുതലായിരിക്കും.